ശീതകാല പച്ചക്കറി കൃഷിക്ക് പേരുകേട്ട ഇടുക്കി വട്ടവടയിലെ റോഡ് തകർന്ന യാത്രാ ദുരിതം. റോഡിലൂടെയുള്ള യാത്ര അപകടകരമായതിനാൽ സ്കൂൾ കുട്ടികളുടെ ബസ് യാത്രയും നിലച്ചു. സ്കൂളിലെത്താൻ കുട്ടികൾ ആശ്രയിക്കുന്നത് സ്വകാര്യ വാഹനങ്ങളെയാണ്. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം എന്നു തുടങ്ങുമെന്ന ചോദ്യത്തിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി ഉടനെ തുടങ്ങും എന്ന വാക്കുകൾ മാത്രം. കാണാം വട്ടവടക്കാരുടെ ദുരിതയാത്ര. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ റോഡിന്റെ ദുരിതക്കാഴ്ചയൊന്നും നമുക്ക് കാണാം. വട്ടവടയിലെ കോവിലൂർ മുതൽ ചിലന്തിയാർ വഴി പഴത്തോട്ടം വരെ നീളുന്ന 12 കിലോമീറ്റർ റോഡ് വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ്. അതിനുശേഷം ഇന്ന് വരെ അറ്റകുറ്റപ്പണിയോ റീടാറിങ്ങോ നടത്തിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ് പേരിന് മാത്രം റോഡുള്ള ഈ വഴിയാണ് ഇവിടെയുള്ളവരുടെ ഏക യാത്രാമാർഗം. സ്കൂൾ ബസും ആംബുലൻസും ഒക്കെ കടന്നുപോയിരുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ. തകർന്ന റോഡിലൂടെയുള്ള യാത്ര അപകടം വരുത്താൻ കാരണമുള്ളതിനാൽ സ്കൂൾ കുട്ടികളുടെ ബസ് യാത്രയും നിലച്ചു. ഈ റോഡ് ടെൻഡർ ആയി എന്ന് പറഞ്ഞിട്ട് 7-8 മാസങ്ങൾക്ക് മേളിലായി. ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. ഈ റോഡ് വഴിയാണ് സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് ചെല്ലുന്നതും ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതും ഈ റോഡ് വഴിയാണ്. ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് അപകടം ഉണ്ടാകുന്ന സാധ്യത കൊണ്ട് ആംബുലൻസും സ്കൂൾ ബസ്സും പോകുന്നില്ല. സ്കൂളിലേക്ക് പോകുന്ന പിള്ളേർ ജീപ്പ് വിളിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അതിലും ചില സമയങ്ങളിൽ അപകടം ഉണ്ടാകുന്നുണ്ട്. കോവിലൂർ ജംഗ്ഷനിൽ നിന്ന് താഴേക്കുള്ള ഇറക്കത്തിൽ പലയിടത്തും റോഡ് ഇല്ലാതായിട്ടുണ്ട്. ഓരോ മഴക്കാലത്തും റോഡുകൾ കുത്തിയൊലിച്ചു പോകും. ഇപ്പോൾ പലയിടത്തും വലിയ കുണ്ടും കുഴിയും മാത്രം. ഇപ്പം തൊട്ട് നിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ സേവാഭാരതി ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു രോഗിയാണെങ്കിൽ ആംബുലൻസ് ഇവിടെ വരാൻ പറ്റില്ല. അവിടെ സ്വന്തമാണ് അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകേണ്ട ഇതാണ്. പിന്നെ സ്കൂൾ കുട്ടികളാണ്, ട്രൈബൽ പഠിക്കുന്ന ഒരു സ്കൂൾ കുട്ടികൾക്ക് ഒരു ഊർക്കാട് വലിയ സ്കൂളിൽ ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ് വിട്ട് അവർ എടുത്തായിരുന്നു. ഇപ്പം അവർ ഈ റോഡ് ശരി ഇല്ലാതനാലെ ബസ് വിടില്ല, ജീപ്പിലാണ് പാവപ്പെട്ട ജനങ്ങൾ കയറ്റിക്കൊണ്ടു. അതുകൊണ്ട് ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ഒരു ജീപ്പിന് ഇത്തിരി പൈസ കൂടുതൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾ മൊത്തം ഇവിടെ ട്രെക്കിംഗ് ആണ്, ജീപ്പ് വിളിച്ചാണ് ചുറ്റിക്കിറങ്ങുന്നത്. ഒരു റോഡ് നന്നായാൽ ജീപ്പ് വേണ്ട, വരുന്ന സഞ്ചാരികൾ ടൂറിസ്റ്റ് മേലെ എല്ലാവരും ചുറ്റിക്കിറങ്ങാനായിട്ട് ഒരു നല്ല ഒരു ഇത് കിട്ടും. സാർ എന്തെങ്കിലും റോഡ് ചെയ്തെങ്കിൽ ഞങ്ങൾ മറുപടിയും അവസ്ഥയാണ്. വട്ടവടയിൽ ഇപ്പൊ കൃഷിമേഖലയാണ്. കൃഷിമേഖല ഈ റോഡിലാണ്ട് കുതിരയ്ക്കാണ് നമ്മൾ പച്ചക്കറികൾ മൊത്തം കയറ്റിക്കൊണ്ടു രീതിയുണ്ട്. നിരവധി വിനോദസഞ്ചാരികളാണ് ദിനംതോറും വട്ടവടയിലെത്തുന്നത്. എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ വലിയ യാത്രാക്ലേശമാണ് സഞ്ചാരികൾക്കും സമ്മാനിക്കുന്നത്. വട്ടവടക്കാർക്ക് റോഡ് വേണ്ടെന്നാണോ അധികാരികളുടെ മനോഭാവമെന്നും ഈ റോഡൊന്ന് ശരിയായി കിട്ടാൻ തങ്ങൾ ഇനി സമരത്തിനിറങ്ങണമോ എന്നുമാണ് നാട്ടുകാരുടെ ചോദ്യം. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെന്നാണ് അധികാരികൾ നൽകുന്ന വിവരം. എന്നാൽ റോഡിന്റെ നിർമ്മാണം എങ്ങുമെത്താത്തതിൽ വ്യാപക പ്രതിഷേധമാണ് വട്ടവടയിൽ ഉയർന്നു വരുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.